എല്ലാവർക്കും നമസ്കാരം. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കോൺസെപ്റ്റ്സ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൽ ആദ്യത്തെ കോൺസെപ്റ്റ്, എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ് എന്നതാണ്. കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടറിന് അതിന് ചുറ്റുമുള്ള സ്പേസിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന ഒരു വെക്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വെക്ടർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ബയോട്ട്-സാവേർട്ട്സ് ലോ. അത് നമ്മൾ കണ്ട ഒരു പാർട്ടാണ്. പിന്നെ നമ്മൾ കണ്ട വേറൊരു മേജർ കോൺസെപ്റ്റ്, എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് എന്നതാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റും. ആ ഫോഴ്സിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. F is equal to IL cross B. ഈ രണ്ട് കോൺസെപ്റ്റ്സും ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലെ നമ്മളുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറൻസ് ആണ്. ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറൻസ് എന്ന് പറഞ്ഞാൽ, ഇതാ ഫിഗറിൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് രണ്ട് കണ്ടക്ടേഴ്സ് കാണാം. ദീസ് കണ്ടക്ടേഴ്സ് ആർ വെരി ലോങ്, തിൻ conductors. We have marked the conductors as A and B. The first conductor carries a current, say IA, and current in the second conductor is IB. രണ്ട് കറണ്ടും ഞാൻ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റും. Let D is the distance between the conductors. രണ്ട് കണ്ടക്ടേഴ്സിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ഫിക്സ്ഡ് ആണ്, പാരലൽ കണ്ടക്ടേഴ്സ് ആണ്. ആ ഡിസ്റ്റൻസിനെ ഞാൻ D എന്ന് മാർക്ക് ചെയ്യുന്നു. So here we can see the first conductor carries a current. അപ്പോൾ ആ കണ്ടക്ടർ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഞാൻ ബി എന്ന കണ്ടക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബി ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്, അതൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബി എന്ന കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യണമല്ലോ. ആ ബി എന്ന കണ്ടക്ടറിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് എ എന്ന കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ടാണ്. So there is a force on the conductor B. ഇനി ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കിയേ. B is a current carrying conductor. So B will produce a magnetic field around it. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഞാൻ എ എന്ന കണ്ടക്ടറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് കണ്ടക്ടർ എ ഓൾസോ ക്യാരി സം കറണ്ട്. അപ്പോൾ എയിലും ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ എയിലെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യപ്പെടുന്നത് ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ്. സോ എ എക്സേർട്സ് എ ഫോഴ്സ് ഓൺ ബി, അറ്റ് ദി സെയിം ടൈം ബി എക്സേർട്സ് എ ഫോഴ്സ് ഓൺ എ. ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറൻസ് എന്ന് പറഞ്ഞാൽ മീനിങ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ബി എന്ന കണ്ടക്ടറിലെ ഫോഴ്സാണ്. ആ ബി എന്ന കണ്ടക്ടറിൻ്റെ ലൊക്കേഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എ ആണ്. എ ഈസ് ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ വിച്ച് ക്യാരീസ് എ കറണ്ട് IA. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. BA ഈക്വൽസ് μ0IA ഡിവൈഡഡ് ബൈ 2πD. എന്തുകൊണ്ടാണ് ഞാൻ ഡിനോമിനേറ്ററിൽ D എന്ന ഡിസ്റ്റൻസ് എടുത്തത്? നിങ്ങൾക്കറിയാം, ആ രണ്ടാമത്തെ കണ്ടക്ടർ ബി എന്ന കണ്ടക്ടർ എയിൽ നിന്നും D ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കൂടി അറിയണം. ആ ഡയറക്ഷന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ കണ്ടിരുന്നു. ഇതാണ് എ എന്ന കണ്ടക്ടർ എന്ന് വിചാരിക്കുക. ദർ ഇസ് എ കറണ്ട് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. സോ ഐ എം ഹോൾഡിംഗ് ദ കണ്ടക്ടർ ലൈക്ക് ദിസ്. മൈ തമ്പ് ഈസ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. ബി എന്ന കണ്ടക്ടർ ഞാൻ ഈ ഭാഗത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ മൈ ഫിംഗേഴ്സ് ഇൻ ദാറ്റ് സൈഡ് ഈസ് ഡയറക്റ്റഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദി സ്ക്രീൻ. സോ ബി എന്ന കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡ് വി ക്യാൻ സേ ഡയറക്റ്റഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദി സ്ക്രീൻ. ഇനി ബി എ എന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ബി എന്ന കണ്ടക്ടറിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, F ഈക്വൽസ് BIL സൈൻ തീറ്റ. ഇവിടെ L എന്നത് കണ്ടക്ടറിൻ്റെ ലെങ്ത് ആണ്. പക്ഷേ ഈ കേസിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, ദിസ് കണ്ടക്ടർ ഈസ് ഹാവിങ് ഇൻഫിനിറ്റ് ലെങ്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടക്ടറിൻ്റെ വളരെ ഒരു ചെറിയ സെക്ഷൻ കൺസിഡർ ചെയ്യാം. ആ സെക്ഷൻ്റെ ലെങ്തിനെ നമുക്ക് ക്യാപിറ്റൽ L എന്നെടുക്കാം. അടുത്തത്, theta is the angle between vector B and vector IL. ഫിഗറിൽ നിന്നത് ക്ലിയർ ആണ്, that angle is 90.
സോ ആ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഈസ് ഈക്വൽ ടു BIL സൈൻ തീറ്റ. ബിക്ക് പകരം നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കൂ എന്താ വാല്യൂ നോക്കി, μ0IA ഡിവൈഡഡ് ബൈ 2πd ഇൻറ്റു കറണ്ട് ഇൻ ദ കണ്ടക്ടർ B, അത് IB ആണ്. സോ ഇൻറ്റു IB ഇൻറ്റു L. ദിസ് ഈസ് ദ ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ B ഡ്യൂ ടു A. അതുകൊണ്ട് ഈ ഫോഴ്സിനെ ഞാൻ FBA എന്ന് മാർക്ക് ചെയ്യുന്നു. വി ഹാവ് FBA ഈക്വൽസ് μ0IA IB ഇൻറ്റു L ഡിവൈഡഡ് ബൈ 2πd. നമുക്ക് ഇനി ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കൂടി നോക്കാം. അത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് റൂൾ മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. ലെഫ്റ്റ് ഹാൻഡിൻ്റെ 4 ഫിംഗർ ഫീൽഡിൻ്റെ ഡയറക്ഷനിലും സെൻട്രൽ ഫിംഗർ കറണ്ടിൻ്റെ ഡയറക്ഷനിലും പ്ലേസ് ചെയ്താൽ തമ്പ് വിൽ ഗിവ് യു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഈ കേസിൽ നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് BA ഈസ് ഡയറക്റ്റഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ സ്ക്രീൻ. സോ 4 ഫിംഗറിനെ, ലെഫ്റ്റ് ഹാൻഡിൻ്റെ 4 ഫിംഗറിനെ ഞാൻ സ്ക്രീനിൻ്റെ പ്ലെയിനിനുള്ളിലേക്ക് വയ്ക്കുന്നു. കറണ്ട് ഈസ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. സോ സെൻട്രൽ ഫിംഗർ ഈസ് കെപ്റ്റ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. Now you see, thumb is directed towards the conductor A. So the force on B is directed towards A. ഞാൻ അത് ഫിഗറിൽ FBA എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ നമുക്ക് A എന്ന കണ്ടക്ടറിലെ ഫോഴ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താലോ. A എന്ന കണ്ടക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത് B പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് B പ്രൊഡ്യൂസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എഴുതാം ഓൺ ദ ലൊക്കേഷൻ ഓഫ് A. അതിന് നമുക്ക് BB എന്ന് മാർക്ക് ചെയ്യാം. നിങ്ങൾ തന്നെ എഴുതൂ ഇക്വേഷൻ. BB ഈക്വൽസ് μ0IB ഡിവൈഡഡ് ബൈ 2πd. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കൂ. അത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കൂ. യു ക്യാൻ സീ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആവുമ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വെക്ടർ IL വിൽ ബി അഗെയിൻ 90 ഡിഗ്രി. കണ്ടക്ടറിൻ്റെ ഒരു L സെക്ഷൻ നമുക്ക് ഇമാജിൻ ചെയ്യാം. ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ A ഡ്യൂ ടു B ഈസ് FAB ഈക്വൽസ് μ0IB ഇൻറ്റു IA ഇൻറ്റു L ഡിവൈഡഡ് ബൈ 2πd. ഇനി നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് A എന്ന കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യും. യു ക്യാൻ സീ ദാറ്റ് ഫോഴ്സ് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദ കണ്ടക്ടർ B. ആ ഫോഴ്സിനെയാണ് നമ്മൾ FAB എന്ന് ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും FAB ആൻഡ് FBA ആർ ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. FABയുടെയും FBയുടെയും മാഗ്നിറ്റ്യൂഡ് ഒന്ന് കമ്പയർ ചെയ്തേ. യു ക്യാൻ സീ ബോത്ത് ഓഫ് ദം ആർ ഈക്വൽ. സോ ദീസ് ടു ഫോഴ്സസ് ആർ ഹാവിങ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദാറ്റ് മീൻസ് A exerts a force on B. At the same time, B exerts an equal amount of force in the opposite direction on A. ഏതായി ലോ? അതെ, ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് ഒബേ ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന അസംഷനിലേക്ക് നമുക്ക് എത്താനും കഴിയും. നേരത്തെ നമ്മൾ കണ്ടായിരുന്നു ഈ കണ്ടക്ടറിന് ഇൻഫിനിറ്റ് ലെങ്ത് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടക്ടറിൻ്റെ വളരെ ചെറിയ ഒരു സെക്ഷൻ L ലെങ്ത് ഉള്ള ഒരു സെക്ഷനിലെ ഫോഴ്സാണ് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്താലോ? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് മീൻസ് L ഈസ് ഈക്വൽ ടു 1 മീറ്റർ. സോ ഈ ഇക്വേഷൻ നമുക്ക് L ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് F ഈക്വൽസ് μ0IA ഇൻറ്റു IB ഡിവൈഡഡ് ബൈ 2πd. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദി ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് 1 മീറ്റർ ലെങ്ത് ഉള്ള വയറിലെ ഫോഴ്സാണ് എന്ന കാര്യം ഓർത്തുകൊണ്ട് വേണം പ്രോബ്ലം സോൾവ് ചെയ്യാൻ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ ഫിഗർ ഒന്ന് നോക്കി. ഇതിൽ 2 കറൻസ് ഉണ്ട്. ഞാൻ അതിനെ IA എന്നും IB എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 2 കറൻസിൻ്റെയും ഡയറക്ഷൻ നോക്ക്. ബോത്ത് ദ കറൻസ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ അല്ലേ? അങ്ങനെയുള്ള കറൻസിനെ നമുക്ക് ലൈക്ക് കറൻസ് എന്ന് പറയാം. ഈ 2 വയറും കൂടി അട്രാക്റ്റ് ചെയ്യുകയാണോ റിപ്പൽ ചെയ്യുകയാണോ എന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കി. നിങ്ങൾക്ക് കാണാൻ പറ്റും ദീസ് 2 വയേഴ്സ് ആർ അട്രാക്റ്റിംഗ്. സോ വി ക്യാൻ സേ ലൈക്ക് കറൻസ് അട്രാക്റ്റ്. സാധാരണയായിട്ട് നമ്മൾ കാണാത്ത ഒരു പ്രോപ്പർട്ടിയാണത്. ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യുകയാണ് ചെയ്തത്, ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ? ലൈക്ക് കറൻസ് ആർ അട്രാക്റ്റിംഗ്. ഇവിടെ നിങ്ങൾ ഒരു വർക്ക് കൂടി ഒന്ന് ചെയ്തു നോക്കുക.
ഇതിൽ ഏതെങ്കിലും ഒരു കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്ന് റിവേഴ്സ് ചെയ്യുക. ഒന്നുകിൽ IA അല്ലെങ്കിൽ IB, രണ്ടും കൂടി റിവേഴ്സ് ചെയ്യരുത്, ഏതെങ്കിലും ഒരെണ്ണം റിവേഴ്സ് ചെയ്യുക. റിവേഴ്സ് ചെയ്തിട്ട് രണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഡയറക്ഷൻ ഡിസൈഡ് ചെയ്യുക. അതിനുശേഷം രണ്ട് കണ്ടക്ടേഴ്സിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യും. അങ്ങനെ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വയേഴ്സ് റിപ്പൽ ചെയ്യുന്നതായി. ദാറ്റ് മീൻസ് അൺലൈക്ക് കറൻസ് റിപ്പൽ എന്ന കൺക്ലൂഷനിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും. നമുക്കറിയാമല്ലോ കറണ്ടിൻ്റെ SI യൂണിറ്റ് ആംപിയർ ആണ്. ഈ ആംപിയർ എന്ന SI യൂണിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഇപ്പോൾ പഠിച്ച സിറ്റുവേഷൻ ഉപയോഗിക്കാം. ഫിഗറിൽ നോക്കൂ, there are two conductors, infinite length ഉള്ള thin parallel wires. Both the wires carry current of 1 ampere each, assume. And these two wires are separated in free space by a distance of 1 meter. I am going to calculate the force per unit length. എന്ത് കിട്ടും നോക്കി. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്തിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. F equals μ0 IA IB divided by 2πd. ഇവിടെ IA എന്നതും IB എന്നതും 1 ആംപിയർ ആണ്, D 1 മീറ്റർ ആണ്. ബാക്കി എന്ത് വരും നോക്ക്. F equals μ0 divided by 2π. μ0യുടെ വാല്യൂ അറിയാമല്ലോ, 4π into 10⁻⁻⁷. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. യു ആർ ഗെറ്റിംഗ് ദ ഫോഴ്സ് ആസ് 2 into 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ. അതിൻ്റെ മീനിങ് എന്താ? ഫ്രീ സ്പേസിൽ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള രണ്ട് തിൻ ലോങ് കണ്ടക്ടേഴ്സ് പാരലായി പ്ലേസ് ചെയ്യുക. ഈ രണ്ട് വയേഴ്സിലൂടെയും കറണ്ട് സെൻഡ് ചെയ്യുക. രണ്ട് കണ്ടക്ടേഴ്സിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ ആയിരിക്കണം. ആ രണ്ട് കണ്ടക്ടേഴ്സിനും ഇടയിൽ 2 into 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന ഫോഴ്സ് വന്നാൽ ഈ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് 1 ആംപിയർ എന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മൾ 1 ആംപിയർ എന്ന കറണ്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ 1 ആംപിയർ ഈസ് ദ വാല്യൂ ഓഫ് ദാറ്റ് സ്റ്റഡി കറണ്ട് വിച്ച് വെൻ പാസ്ഡ് ത്രൂ ഈച്ച് ഓഫ് two very long, thin, straight, parallel conductors placed 1 meter apart in vacuum would produce on each other a force of 2 into 10⁻⁷ Newton per meter of length. This is the definition of ampere. ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം ചെയ്യാം. യു റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ. Two long and parallel straight wires A and B carrying currents of 8 ampere and 5 ampere in the same direction are separated by a distance of 4 centimeter. Calculate the force on a 10 centimeter section of the wire. കഴിഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? So there are two wires. The wires carry currents of 8 ampere and 5 ampere. നമുക്കതിനെ IA എന്നും IB എന്നും മാർക്ക് ചെയ്യാം. So IA equals 8 ampere and IB equals 5 ampere. The distance between them is given. D equal 4 centimeter. Don't forget to convert to meter. 4 into 10⁻⁻² meter. You have to calculate the force on a length of 10 centimeter of the wire. You can use the equation F equals μ0 IA IB into L divided by 2πd. എല്ലാ വാല്യൂസും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. The correct answer is F equals 2 into 10⁻⁵ Newton. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട സർക്കുലാർ കറണ്ട് ലൂപ്പിനെ ഒരു മാഗ്നറ്റിക് ഡൈപോളുമായി ഒന്ന് കമ്പയർ ചെയ്യാം. ഒരു സർക്കുലാർ കറണ്ട് ലൂപ്പ് അതിൻ്റെ ആക്സിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് നമ്മൾ കഴിഞ്ഞ ദിവസം ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ആ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ. B equals μ0 IR² divided by 2 into R² plus X² raised to 3/2. ഈ സിറ്റുവേഷനിൽ ഞാനൊരു അസംഷൻ എടുക്കുന്നു, എക്സ് ഈസ് മച്ച് ബിഗർ ദാൻ ആർ. ഈ എക്സും ആറും ഒക്കെ എന്താണെന്ന് അറിയാമല്ലോ. എക്സ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദി സെൻറ്റർ എലോങ് ദി ആക്സിസ്
capital R is radius of the coil. So we consider a large distance. So x is much bigger than r. ആ കണ്ടീഷനിൽ നമ്മുടെ ഈ ഇക്വേഷനിലെ ഡിനോമിനേറ്ററിലെ ആർ സ്ക്വയർ എന്ന ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്തൂടെ, ബിക്കോസ് ആർ ഈസ് മച്ച് സ്മോളർ ദാൻ എക്സ്. സോ ആർ സ്ക്വയർ എന്ന് പറയുന്ന ടേം അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യൂ. ബാക്കി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയേ. ബി ഈക്വൽസ് μ0 r² ഡിവൈഡഡ് ബൈ 2x³ എന്ന് മാറില്ലേ ആ ടേം? ആ സ്ക്വയർ അങ്ങ് പോയിട്ട് ബാക്കി x³ എന്ന് മാറും. ആ ഇക്വേഷൻ്റെ ന്യൂമറേറ്ററിൽ നിങ്ങൾക്ക് r² എന്നൊരു ടേം ഉണ്ട്. ഞാനൊരു പൈ കൊണ്ടുകൂടി അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് πr² എന്ന് മാറ്റുന്നു. നമുക്ക് അങ്ങനെ ഒന്ന് മാറ്റി എഴുതാം. നിങ്ങളോട് ചെയ്യൂ. സോ ബി ഈക്വൽസ് μ0 i ഇൻറ്റു, അവിടെയാണ് ഞാൻ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ μ0 i πr² ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു x³. ഡിനോമിനേറ്ററിൽ എങ്ങനെയാണ് ഈ പൈ വന്നത് എന്നറിയാമല്ലോ. എന്താ πr²? ഒരു സർക്കുലാർ കോയിലിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി നോ πr² ഈസ് ഇറ്റ്സ് ഏരിയ. സോ ഈ ഇക്വേഷൻ എങ്ങനെ മാറും നോക്കൂ. ബി ഈക്വൽസ് μ0 ബൈ 2π ഇൻറ്റു IA ഡിവൈഡഡ് ബൈ x³. ദിസ് ടേം I ഇൻറ്റു A ഈസ് കോൾഡ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദ കോയിൽ, magnetic dipole moment of the coil. So we can write magnetic moment M equals I into A. അങ്ങനെയാണെങ്കിൽ ഈ തൊട്ട് മുകളിലെ ഇക്വേഷൻ നമുക്ക് ആ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ടേംസിൽ ഒന്ന് മാറ്റി എഴുതാം. ബി ഈക്വൽസ് μ0 ബൈ 2π ഇൻറ്റു എം ഡിവൈഡഡ് ബൈ x³. നമുക്ക് കാൽക്കുലേഷൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ ഡിനോമിനേറ്ററിലെ 2π മാറ്റി 4π ആക്കാം. ആ ഇക്വേഷൻ അതുപോലെ ഞാനൊന്ന് മാറ്റി എഴുതുന്നു. ബി ഈക്വൽസ് μ0 ബൈ 4π ഇൻറ്റു ദെൻ എം ബിക്കംസ് 2m അല്ലേ. സോ 2m ഡിവൈഡഡ് ബൈ x³. ഇതിന് സിമിലറായി നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇക്വേഷനിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് μ0യെ അതിൻ്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അത് 1/ε0 ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഞാൻ μ0യ്ക്ക് പകരം 1/ε0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. അതുപോലെ മാഗ്നറ്റിക് മൊമെൻറ്റ് എം ഉണ്ട്. ആ മാഗ്നറ്റിക് മൊമെൻറ്റ് എമ്മിന് പകരം ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പി എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മാറി അത് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡായി മാറണ്ടേ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് നോക്കൂ. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽസ് 1/4π ഇൻറ്റു 1/ε0, അത് 1/4πε0 എന്ന് മാറും, ഇൻറ്റു 2p ബൈ x³. ഒന്ന് ഓർത്ത് നോക്കി, ഇതെന്തിൻ്റെ ഇക്വേഷനാണ് നിങ്ങളീ കാണുന്നത്? ഇത് ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ പോയിന്റിലെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പിന് ഒരു മാഗ്നറ്റിക് ഡൈപോൾ പോലെ ബിഹേവ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ റിസംബ്ലൻസ് കാണിക്കുന്നത്. നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ഒന്ന് കടന്നു നോക്കാം. ഇത് ഇങ്ങനൊരു ഇക്വേഷൻ കൂടി കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. ഇ ഈക്വൽസ് 1/4πε0 ഇൻറ്റു പി ഡിവൈഡഡ് ബൈ x³. ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഇക്വിറ്റോറിയൽ പോയിന്റ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അങ്ങനെയാണെങ്കിൽ ഒരു കറസ്പോണ്ടിങ് ഇക്വേഷൻ സർക്കുലർ കോയിലിൻ്റെ കേസിൽ ഒന്ന് സജസ്റ്റ് ചെയ്തേ. ഈ മാറ്റി പകരം അവിടെ നമുക്ക് ബി എഴുതാം. 1/ε0യ്ക്ക് പകരം μ0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിക്ക് പകരം എമ്മും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് യു ആർ ഗെറ്റിംഗ്? ബി ഈക്വൽസ് μ0 ബൈ 4π ഇൻറ്റു എം ബൈ x³. അപ്പോൾ ഇലക്ട്രിക് ഡൈപോളും മാഗ്നറ്റിക് ഡൈപോളും തമ്മിൽ ഇങ്ങനെ ഒരു സിമിലാരിറ്റി നമുക്ക് കാണാൻ പറ്റുമെങ്കിലും there is a very very basic difference. നമുക്കറിയാം ഇലക്ട്രിക് ഡൈപോൾ ഈസ് ബിൽറ്റ് അപ്പ് ഓഫ് 2 എലമെൻ്ററി യൂണിറ്റ്സ്. അവിടുത്തെ എലമെൻ്ററി യൂണിറ്റ് എന്ന് പറയുന്നത് മോണോപോളാണ്, ചാർജാണ്. അപ്പോൾ 2 മോണോപോൾസ് ചേർന്നിട്ടാണ് ഒരു ഇലക്ട്രിക് ഡൈപോൾ ഫോം ചെയ്യുന്നത്. പക്ഷേ മാഗ്നറ്റിസത്തിലേക്ക് വരുമ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ അല്ലെങ്കിൽ കറണ്ട് ലൂപ്പ് തന്നെയാണ് ദ മോസ്റ്റ് എലമെൻ്ററി എലമെൻറ്റ്. ഇത് ഇലക്ട്രിക് ഡൈപോളും മാഗ്നറ്റിക് ഡൈപോളും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് ആണ്. ഒരു കറണ്ട് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പിനോട് നമുക്ക് കമ്പയർ ചെയ്യാവുന്ന ഒന്നാണ് ഒരു റിവോൾവിംഗ് ഇലക്ട്രോൺ. ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത് കറണ്ട് ക്യാരി ചെയ്യുന്ന സർക്കുലാർ ലൂപ്പുമായി ചില റിസംബ്ലൻസ് ഉണ്ട്. അതറിയുന്നതിന് വേണ്ടിയിട്ട് നൗ ലെറ്റ്സ് കൺസിഡർ ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് എ റിവോൾവിംഗ് ഇലക്ട്രോൺ. നിങ്ങളെല്ലാവരും ബോർ മോഡൽ കേട്ടിട്ടുണ്ടല്ലോ, ബോർ മോഡൽ ഓഫ് ആൻ ആറ്റം.
atom has a central heavy positively charged part called nucleus and the electron is revolving around the nucleus. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ആ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ റിവോൾവിംഗ് ഇലക്ട്രോൺ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. We can calculate that current I equals E divided by T. ഇവിടെ E എന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്, T എന്നത് ഇലക്ട്രോണിൻ്റെ ടൈം പീരീഡ് ആണ്. Time period is the time taken for one complete revolution. So we can calculate the time period. Time period is equal to 2 pi r divided by v. അല്ലേ, ഇവിടെ r എന്താ? അതെ, the orbital radius of electron. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ടിയുടെ വാല്യൂ നമുക്ക് തൊട്ട് മുകളിലെ കറണ്ടിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ I ഈക്വൽസ് ഇ വി ഡിവൈഡഡ് ബൈ 2 പൈ ആർ എന്ന് മാറും. ഈ സർക്കുലർ കറണ്ടുമായി അസോസിയേറ്റ് ചെയ്ത് ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവണ്ടേ? കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടു മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ഐ ആൻഡ് എ ആണ്, കറണ്ട് ആൻഡ് ഏരിയ ആണ്. ഇപ്പോൾ നമുക്ക് കറണ്ട് കിട്ടി. ഈ ഓർബിറ്റിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ കറണ്ടിനെ പൈ ആർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് കിട്ടും. ഈ മാഗ്നറ്റിക് മൊമെൻറ്റിനെ ഞാൻ മ്യൂ എൽ എന്ന ഒരു സിമ്പൽ കൊടുക്കുന്നു. ദാറ്റ് എൽ റെപ്രസെൻറ്റ്സ് ഓർബിറ്റൽ. ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് നമുക്ക് ഈ മ്യൂ എല്ലിന് പേര് കൊടുക്കാം. നമുക്ക് ആ മ്യൂ എൽ കാൽക്കുലേറ്റ് ചെയ്യാം. മ്യൂ എൽ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു പൈ ആർ സ്ക്വയർ. സോ മ്യൂ എൽ ഈസ് ഈക്വൽ ടു ഐയുടെ വാല്യൂ തൊട്ട് മുമ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ഇ വി ഡിവൈഡഡ് ബൈ 2 പൈ ആർ ഇൻറ്റു പൈ ആർ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ഇക്വേഷൻ കിട്ടും. മ്യൂ എൽ ഈസ് ഈക്വൽ ടു ഇ വി ആർ ഡിവൈഡഡ് ബൈ 2. ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് മാസ് ഓഫ് ഇലക്ട്രോൺ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ടേക്ക് ദ മാസ് ഓഫ് ഇലക്ട്രോൺ ആസ് എം ആൻഡ് മൾട്ടിപ്ലൈ. എന്താ കിട്ടുന്നത് നോക്കൂ. മ്യൂ എൽ ഈക്വൽസ് ഇ ഇൻറ്റു എം വി ആർ ഡിവൈഡഡ് ബൈ 2m. ഇനി ആ ബ്രാക്കറ്റിനകത്ത് കാണുന്ന ടേം ഒന്ന് നോക്കി, എം വി ഇൻറ്റു ആർ. നിങ്ങൾക്ക് പരിചയമുള്ളൊരു ക്വാണ്ടിറ്റി ആത് എം വി ആർ, ലീനിയർ മൊമെൻറ്റം ഇൻറ്റു ഡിസ്റ്റൻസ്. യെസ്, ഇറ്റ് ഈസ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് മാറുന്നത് നോക്കുക. മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂ എൽ ഈക്വൽസ് ഇ എൽ ഡിവൈഡഡ് ബൈ 2m. ഈ ഇക്വേഷൻ നമ്മളൊരു വെക്റ്റർ ഫോമിൽ എഴുതിയാൽ വെക്റ്റർ മ്യൂ എൽ ഈക്വൽസ് മൈനസ് ഇ എൽ ഡിവൈഡഡ് ബൈ 2m എന്ന് കിട്ടും. എന്താ ഈ നെഗറ്റീവ് സൈൻ? ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ നെഗറ്റീവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ സിഗ്നിഫിക്കൻസ്, ദിസ് ഇക്വേഷൻ ഷോസ് ദാറ്റ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ആൻഡ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ആർ ഡിറക്റ്റഡ് ഓപ്പോസിറ്റ്. അത് ഓപ്പോസിറ്റ് ആയത് ഈ ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ്. പോസിറ്റീവ് ചാർജുള്ള ഒരു പാർട്ടിക്കിളാണ് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സും സെയിം ഡിറക്ഷനിൽ വന്നേനെ. ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ടു ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എന്ന ഒരു റേഷ്യോ ഡിഫൈൻ ചെയ്തൂടെ. ദാറ്റ് ഈസ് മ്യൂ എൽ ഡിവൈഡഡ് ബൈ എൽ. ആൻഡ് യു ക്യാൻ സി മ്യൂ എൽ ബൈ എൽ ഈക്വൽ ടു ഇ ബൈ 2m ആൻഡ് ദിസ് റേഷ്യോ ഈസ് കോൾഡ് ജൈറോ മാഗ്നറ്റിക് റേഷ്യോ. അതൊരു കോൺസ്റ്റൻ്റ് ആണ്, അതിന് നമ്മൾ ജൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയും. നമുക്ക് ആ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷനിലേക്ക് തിരികെ പോയാൽ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂ എൽ ഈക്വൽസ് ഇ ബൈ 2m ഇൻറ്റു എൽ. നമുക്കറിയാം എൽ അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റമാണ്. നിങ്ങൾ ബോർ ആറ്റം മോഡൽ പഠിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ട്. എൽ ഈസ് ഈക്വൽ ടു എൻ എച്ച് ഡിവൈഡഡ് ബൈ 2 പൈ. ആംഗുലാർ മൊമെൻറ്റം ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ഡിവൈഡഡ് ബൈ 2 പൈ. ബോസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ എന്നാണ് നിങ്ങൾ അതിനെ വിളിച്ച പേര്. വേർ എൻ ഈസ് എ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ആൻഡ് വാല്യൂസും അറിയാമല്ലോ. 1, 2, 3, 4 എന്ന ഇൻറ്റിജർ വാല്യൂസാണ് എന്നിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഈ എല്ലിൻ്റെ വാല്യൂം കൂടെ നമുക്ക് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മ്യൂ എൽ ഈക്വൽസ് ഇ ബൈ 2m ഇൻറ്റു എൻ എച്ച് ഡിവൈഡഡ് ബൈ 2 പൈ. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നു ഞാൻ. മ്യൂ എൽ ഈക്വൽസ് എൻ ഇൻറ്റു ഇ എച്ച് ഡിവൈഡഡ് ബൈ 4πm. ഈ ഇക്വേഷനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കൂ. ഇ എച്ച് ബൈ 4πm എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. ആ ടേമിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയാണ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റിനെ നിങ്ങൾ ഈ ഇക്വേഷനിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓൾസോ ഈസ് എ ക്വാണ്ടൈസ്ഡ് ക്വാണ്ടിറ്റി.
ചാർജ് പോലെ, എനർജി പോലെ, ആംഗുലാർ മൊമെൻറ്റം പോലെ ക്വാണ്ടൈസ്ഡ് ആയ ഒരു ക്വാണ്ടിറ്റിയാണ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ലീസ്റ്റ് വാല്യൂ, മിനിമം വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ? ആ മിനിമം വാല്യൂ കിട്ടാൻ നമ്മൾ എന്നിന് അതിൻ്റെ മിനിമം വാല്യൂ കൊടുത്താൽ മതി. നമുക്കറിയാം ദ മിനിമം വാല്യൂ ഓഫ് എൻ ഈസ് 1. സോ മ്യൂ എല്ലിൻ്റെ മിനിമം വാല്യൂ എന്തായിരിക്കും? മ്യൂ എൽ മിനിമം ഈക്വൽസ് ഇ എച്ച് ഡിവൈഡഡ് ബൈ 4πm. ഈ മിനിമം വാല്യൂവിനെ നമ്മൾ പറയുന്ന പേര് ബോർ മാഗ്നറ്റോൺ എന്നാണ്. ബോർ മാഗ്നറ്റോൺ, ഇതിൻ്റെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇനി ഇതിൻ്റെ ഉയർന്ന ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ബോർ മാഗ്നറ്റോൺ എന്ന കോൺസെപ്റ്റിൽ ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറൻസ് എന്ന പാർട്ടിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. അതിനെ ഒരു അസൈൻമെൻറ്റായിട്ട് സോൾവ് ചെയ്ത് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യും. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. Two long parallel wires are separated by a distance of 2.5 centimeter. The force per unit length that each wire exerts on the other is 4 into 10 raised to minus 5 Newton per meter, and the wires repel each other. The current in one wire is 0.6 ampere. What is the current in the second wire? Second question, are the two currents in the same direction or opposite directions? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് സ്കൂളിലെ സാറിന് സബ്മിറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.